നിങ്ങളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസരത്തിൽ അതൊന്ന് ശരിയാക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു പരാക്രമമുണ്ട്. മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടി, മനസ്സിനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി, മനസ്സിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ആ മനസ്സിനെയും വഹിച്ചുകൊണ്ട് പലതും ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. പലയിടങ്ങളിലേക്ക് ഓടുന്നുമുണ്ട്. എന്നാൽ ഈയൊരു ഒറ്റ കാരണത്താലാണ് നിങ്ങളുടെ മനസ്സ് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത്. നിങ്ങളുടെ മനസ്സ് ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജലം പോലെയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു കുളം പോലെയാണെന്ന് കരുതുക. ഈ ജലത്തിൽ ചളി കലർന്നു പോയെന്നിരിക്കട്ടെ. അതായത് ജലമാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ജലത്തിന്റെ നിറം പോലും നഷ്ടമായിരിക്കുന്നു. ഈ അവസരത്തിൽ ജലത്തെ നമുക്ക് ശുദ്ധമായ ജലം എന്ന് വിളിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ജലത്തെ ശുദ്ധമായ ജലമാക്കി മാറ്റുവാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഉത്തരം എന്തെന്നാൽ ആ ജലത്തിനെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഉത്തമം. തൽക്കാലത്തേക്ക് ആ ജലത്തെ വെറുതെ വിടുക, അതിനോട് ഒരു ഇടപാടുകളും ചെയ്യാതിരിക്കുക. ജലത്തെ നിങ്ങൾ ശാന്തമായിരിക്കാൻ അനുവദിച്ചാൽ സ്വാഭാവികമായി ആ ജലത്തിലെ അഴുക്കെല്ലാം പതുക്കെ പതുക്കെ അടിത്തട്ടിലേക്ക് അടിഞ്ഞുകൂടുന്നതാണ്. അതിനുശേഷം ജലത്തിലെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ശുദ്ധജലമായി മാറുന്നതാണ്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെയും അവസ്ഥ. നമ്മുടെ മനസ്സിനെ എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് ശരിയാക്കുവാൻ വേണ്ടി ഈ മനസ്സുകൊണ്ട് നിങ്ങൾ അഭ്യാസങ്ങൾ ചെയ്യാതിരിക്കുക. കേവലം മനസ്സിനെ വെറുതെ വിടുക, മനസ്സിനെ ശാന്തമായിരിക്കുവാൻ അനുവദിക്കുക. ശാന്തമായ ഒരു സ്ഥലത്ത് ശാന്തമായി ഇരുന്നു കൊണ്ട് മനസ്സിന്റെ ആ കലക്കങ്ങൾ തെളിയുവാൻ വേണ്ടി സമയം അനുവദിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകുന്നതാണ്. മനസ്സ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതുമാണ്. അതുകൊണ്ട് മനസ്സിനെ എന്തെങ്കിലും സമസ്യകൾ ബാധിച്ചിരിക്കുന്ന സമയത്ത് ആ മനസ്സിനെ നിങ്ങൾ തനിച്ചിരിക്കുവാൻ അനുവദിക്കുക. നിങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒടിവോ ചതവോ മുറിവോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം ഇളകാനാകാത്ത രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കാറില്ലേ? ശരീരത്തിന് എങ്ങനെയാണോ അതിന്റെ അസ്ഥികളും മാംസവും സ്വയം പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള ശക്തിയുള്ളത്, ഇതുപോലെ മനസ്സിനെ ശാന്തമാക്കുവാനുള്ള ഒരു ശക്തിയുണ്ട്. എന്നാൽ നാം ചെയ്യേണ്ടത് സമയം അനുവദിക്കുക, ശാന്തമായിരിക്കുക എന്നത് മാത്രമാണ്. ചിന്തിച്ചു നോക്കൂ, ഉത്തരം ശരിയല്ലേ?